ഭക്ഷണം കഴിക്കുക. എനിക്കൊന്നും വേണ്ട. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? ഗോപാൽജിയുടെ വീട്ടിൽ പോയി കാര്യമായിട്ട് വെല്ലുവിളിച്ചല്ലേ. അവിടെ പോയി പറഞ്ഞതുപോലെയൊക്കെ ചെയ്യണമെങ്കിൽ ആരോഗ്യം വേണ്ടേ? മഹിമ ഇപ്പൊ എവിടെയാണെന്ന് പോലും എനിക്കറിയില്ല. അവൾക്ക് എന്ത് സംഭവിച്ചോന്നറിയാതെ ഞാൻ എങ്ങനെ ഭക്ഷണം കഴിക്കുന്നേ? ഇത്രയും സ്നേഹം മനസ്സിൽ കൊണ്ട് നടന്നിട്ടാണോ നിങ്ങൾ പരസ്പരം വഴക്കൂടുന്നത്? എനിക്ക് അവളെ വഴക്ക് പറയാൻ പാടില്ലേ? തീർച്ചയായും. കുട്ടിക്കാലം മുതൽ ഒരു ചേച്ചിയായിട്ടല്ല, അമ്മയായിട്ടാ അവളെ ഞാൻ നോക്കിയിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് അവളെ ചീത്ത പറയാനും വേണ്ടി വന്ന 2 എണ്ണം കൊടുക്കാനുള്ള അവകാശമുണ്ട്. അതവള് തെറ്റായ വഴിയിലൂടെ പോവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ മനസ്സിലാക്കണ്ടേ. അവൾ എന്തെങ്കിലും പ്രശ്നത്തിൽ ചെന്ന് ചാടിയോന്ന് എന്റെ പേടി. നീ തന്നെയല്ലേ പറഞ്ഞത് മഹിമയുടെ ഭാഗത്ത് ന്യായം ഉണ്ടെന്നും അങ്ങനെയുള്ളവരുടെ കൂടെ ദൈവം ഉണ്ടാവുമെന്നും? മഹിമയ്ക്ക് ഒരു കുഴപ്പവും സംഭവിക്കില്ല. പറഞ്ഞു തീർന്നില്ലേ? ദേ മുകുന്ദൻ വിളിക്കുക. എടുക്ക്, ഫോൺ സ്പീക്കർ ഇട്. മുകുന്ദ. കാണാതെ പോയ ഒരാളെ കിട്ടിയിട്ടുണ്ടേ. സമാധാനമായി. അവളോട് ഇത്രയും നേരം എവിടെയായിരുന്നു എന്ന് ചോദിക്ക. മഹിമ ഇതുവരെ എവിടെയായിരുന്നു മുകുന്ദ? ഞാൻ ചെയ്തൊന്നും ചേച്ചി അറിയണ്ട. വെറുതെ അതിനെക്കുറിച്ച് ആലോചിച്ച് കൂടുതൽ ടെൻഷനാവും. അവളെ കൂട്ടുകാരുടെ കൂടെ കമ്പൈൻ സ്റ്റഡിക്ക് ഇരുന്നതാ. തിരക്കിനിടയില് എന്നെ വിളിച്ചു പറയാൻ മറന്നുപോയതാ. അങ്ങനെ പറയാൻ മറന്ന എങ്ങനെയാ ശരിയാവാ? പ്രായം ഇത്ര ആയില്ലേ, മനുഷ്യരായില്ലേ, കുറച്ചൊക്കെ ഉത്തരവാദിത്വം വേണം. ഇങ്ങനെ തന്നെ പറഞ്ഞാ മതി. നമ്മളൊക്കെ മഹിമയെ കുറിച്ച് ആലോചിച്ച് എത്ര ടെൻഷൻ അടിച്ചു. അവക്ക് നമ്മളെ വിളിച്ചൊന്ന് അറിയിക്കാമായിരുന്നില്ലേ? ഉത്തരവാദിത്വം. മനുഷ്യരായ കുറച്ചൊക്കെ ഉത്തരവാദിത്തം വേണ്ടേ? ഇതിന്റെ പുറകിൽ ഗോപാൽജിയാണെന്ന് കരുതി മഞ്ജു അദ്ദേഹത്തെ വീട്ടിൽ കയറി കൊല്ലൂന്ന് വരെ ഭീഷണിപ്പെടുത്തി. അതൊക്കെ ഇപ്പൊ വെറുതെ ആയില്ലേ? അതിപ്പോ പറയേണ്ട കാര്യമുണ്ടോ? പിന്നെ നീ ഭയങ്കര സീരിയസ് ആണെന്ന് അവര് മനസ്സിലാക്കണ്ടേ? മഞ്ജുവിനെ മഹിമ ഒരുപാട് തീ തീറ്റിച്ചു. തീയല്ലാതെ വേറെന്തെങ്കിലും കഴിച്ചോന്ന് ചോദിക്കും. എടാ മഞ്ജുവെല്ലാം കഴിച്ചോ? എവിടെ? അനിയത്തെ കുറിച്ച് ഒരു വിവരവും കിട്ടാത്തതിന്റെ ടെൻഷനിൽ ഒന്നും കഴിച്ചിട്ടില്ല. കണ്ടോ, ഭക്ഷണം കൃത്യമായിട്ട് കഴിക്കാതെ അതിന്റെ കുറ്റവും എന്റെ തലയിൽ വെക്കുന്നത്. കൃത്യമായിട്ട് ഭക്ഷണവും മരുന്നും കഴിക്കാൻ പറ. ഹലോ, ഭക്ഷണവും മരുന്നും ഒക്കെ കൃത്യമായിട്ട് കഴിക്കണ്ടേ? ഇത് കുഞ്ഞിന്റെ കൂടി കാര്യമല്ലേ? ആ ഫോളിക് ആസിഡ് കഴിക്കാൻ പറ. ആ ഫോളിക് ആസിഡിന്റെ ടാബ്ലറ്റ് മറക്കാതെ കഴിക്കണേ. കോളിൻ സപ്ലിമെന്റ്. കോളിൻ സപ്ലിമെന്റ് അത് കഴിക്കണേ. ഞാൻ പറയാം. നേരം കുറെ ആയില്ലേ, നീ കിടന്ന് ഉറങ്ങാൻ നോക്ക്. നാളെ സംസാരിക്കാം. ഓക്കെ, ഗുഡ് നൈറ്റ്. ശരി, ഗുഡ് നൈറ്റ്. അതെ, അവനെ കൊണ്ട് അതൊക്കെ ചോദിപ്പിക്കുന്ന മഞ്ജുവാ. അവൾക്ക് നിന്നുള്ള സ്നേഹം കണ്ടില്ലേ? ചേച്ചിക്ക് സ്നേഹമില്ലെന്ന് ആരാ പറഞ്ഞ? ചേച്ചിക്ക് ഞാൻ അനിയത്തി മാത്രല്ല, മകളും കൂടിയാ. മരുന്നിന്റെ കാര്യമൊക്കെ മുകുന്ദനെ കൊണ്ട് പറയിപ്പിച്ചതേ മഹിമയാ. എനിക്ക് മനസ്സിലായി. ഇത്രയും സ്നേഹം മനസ്സിൽ കൊണ്ട് നടന്നിട്ട് പിന്നെ എന്തിനാ വഴക്കൂടുന്നത്? അവളുടെ ഭാഗത്ത് ന്യായം ഉണ്ടെങ്കിലും അവള് തിരഞ്ഞെടുത്ത വഴി എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല. പക്ഷേ ഒരു കാര്യം എനിക്ക് ഉറപ്പാ, ഗോപാലിന്റെ നാശം ഞങ്ങളുടെ കൈകൊണ്ട് തന്നെയായിരിക്കും. ഞങ്ങൾക്ക് 2 പേർക്കും അച്ഛനെന്ന് പറഞ്ഞ ജീവനാ. അദ്ദേഹത്തെ കൊന്നവരോട് ഞങ്ങൾ എന്തായാലും പകരം ചോദിക്കും. ഗോപാലിനെ തകർത്തു കഴിഞ്ഞാൽ ഞങ്ങൾ തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കും. അതുവരെ ഈ വഴക്ക് തുടരും.
അപ്പൊ എന്തായാലും ഗോപാൽജിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി. പണി കൊടുക്കുന്നത് ആരാണെന്ന് ആലോചിച്ചാൽ മാത്രം മതി.